വയനാട് കുന്നംപറ്റയിൽ ദുരന്തബാധിതർക്കായി വീട് പണിയാൻ 5 കോടി രൂപ നൽകിയാണ് ഭൂമി വാങ്ങിയതെന്ന കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനം തെറ്റാണെന്ന് തെളിയുന്നു. ആധാരത്തിൽ 3 കോടി 21 ലക്ഷം രൂപയ്ക്കാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ തെളിവ് കൈരളി ന്യൂസിന്. ബാക്കി 1.25 കോടി രൂപ എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവും കോൺഗ്രസ് വാങ്ങിയ ഭൂമിയും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോവുകയാണ്. ഫണ്ട് എത്രയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. ഭൂമി വാങ്ങിയത് ആനയിറങ്ങുന്ന കുന്നംപറ്റയിൽ 3.24 ഏക്കർ ഭൂമി 5 കോടി രൂപ കൊടുത്ത് വാങ്ങി എന്നാണ് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഇത് കോൺഗ്രസ് പാർട്ടി സ്വന്തം നിലയിൽ കളക്ട് ചെയ്ത സമാഹരിച്ച ഫണ്ട് കൊടുത്തുകൊണ്ട് 5 കോടി രൂപയുടെ സ്ഥലം തന്നെ മേടിച്ചിട്ടുണ്ട്. അതിന് കണക്ക് ജനങ്ങൾക്കറിയാം. അതും കള്ളമാണെന്ന് രേഖകൾ പറയുന്നു. 2 ആധാരങ്ങളായാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ആധാരം സണ്ണി ജോസഫ് രേഷ്മ ഡേവിഡിൽ നിന്നും TG ഡേവിഡിൽ നിന്നും 2.60 ഏക്കർ സ്ഥലം വാങ്ങിയതായാണ്. 2026 ജനുവരി 12-ന് 2 കോടി 54,82,600 രൂപയ്ക്കാണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ആധാരം സണ്ണി ജോസഫ് TJ ഡേവിഡിൽ നിന്നും 65 സെന്റ് സ്ഥലം വാങ്ങിയതായി 2025 ഡിസംബർ 20-ന് 63,21,645 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്തതുമായാണ് ആധാരത്തിലുള്ളത്. 2 ആധാരപ്രകാരം 3 കോടി 21 ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത്. 5 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയെന്ന സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനവും 3 കോടി 21 ലക്ഷം രൂപ കൈമാറിയതും കണക്ക് കൂട്ടിയാൽ 1.25 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. PB ജോഷില, കൈരളി ന്യൂസ്, വയനാട്.